ഹായ് ഓൾ. നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇൻട്രപ്റ്റ്. ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സിഗ്നൽ, ഒരു സിഗ്നലാണ് ഫ്രം ഹാർഡ്വെയർ ഡിവൈസിൽ നിന്നുള്ള സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രപ്റ്റ് മീൻസ് വെൻ എ മൈക്രോ പ്രൊസസ്സർ ഈസ് ഇൻട്രപ്റ്റഡ് it stop executing its current program and call a special routines which services the interrupt. അതായത് മൈക്രോ പ്രൊസസ്സർ കറണ്ടായിട്ടൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാണ്. ആ ചെയ്യുന്ന സമയത്ത് വേറെ ഒരു ഡിവൈസസിൽ നിന്നും അല്ലെങ്കിൽ വേറെ ഒരു എക്സ്റ്റേണൽ ഡിവൈസസിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും മൈക്രോ എക്സ്റ്റേണലായിട്ട് ഒരു സിഗ്നൽ വരികയാണ്. എന്ത് സിഗ്നലാണ് വരുന്നത്, ഒരു എന്നെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിഗ്നൽ വരിക. ആ സമയത്ത് മൈക്രോ പ്രൊസസ്സർ ഇപ്പോൾ കറണ്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ വന്നിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യുക, അതായത് എക്സ്റ്റേണൽ ഡിവൈസസ് നിന്ന് വന്നിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിളിൽ നമ്മൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഒരു ടീച്ചർ ഇവിടെ എന്താണ്, ഇതൊരു ക്ലാസ് റൂമാണെന്ന് വെക്കുക. ഇതൊരു ക്ലാസ് റൂമാണ്. ഈ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ ടീച്ചർ എന്ത് ചെയ്യാണ്, ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനെ ഉണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ ഡോറിൻ്റെ അടുത്ത് ആര് വന്നു, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മളൊരു പ്രിൻസിപ്പൾ വന്നു. അപ്പോൾ പ്രിൻസിപ്പൾ നേരെ ഈ ഒരു ഡോറിൻ്റെ അടുത്തേക്ക് എത്തി. ഡോറിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യും, എന്ത് പറയും, സാറ് ഡോറിൻ്റെ അടുത്ത് നിൽക്കും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ടീച്ചർ എന്ത് ചെയ്യും, ഡോറിൻ്റെ അടുത്ത് പോയിട്ട് സാറ് ക്ലാസ്സിലേക്ക് ക്ഷണിക്കും, അല്ലേ, ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം ടീച്ചർ ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമോ? ടീച്ചർ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമോ? ഇല്ലല്ലോ. ടീച്ചർ എന്ത് ചെയ്യും, സാറ് ഇപ്പം ഈ ക്ലാസ്സിലോട്ട് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യും, സാറിന് നിങ്ങളോട് പറയാനുള്ള ക്ലാസ് സാർ എന്ത് ചെയ്യും, സാറ് പറയും. സാറിന് ഇപ്പോൾ ക്ലാസ്സിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ തരാനാണ് സാറ് വന്നതെങ്കിൽ സാറ് നിങ്ങൾക്ക് മുന്നിൽ എന്ത് ചെയ്യും, ആ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യും, സാറ് പറയും. ആ സമയത്ത് ആ ഒരു ടീച്ചർ, അപ്പോൾ സാറ് ക്ലാസ് എടുത്തു. അപ്പോൾ ടീച്ചർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടീച്ചർ ഓൾറെഡി ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിനെ തൽക്കാലം അവിടെ എന്ത് ചെയ്താണ്, സ്റ്റോപ്പ് ചെയ്തതാണ്. എവിടെയാണ് ടീച്ചർ ക്ലാസ് എടുത്ത് സ്റ്റോപ്പ് ചെയ്തത് എന്നുള്ളത് ടീച്ചർ എന്ത് ചെയ്യും, ടീച്ചർ ഒന്ന് ഓർത്ത് വെക്കും, അല്ലേ. അതായത് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പ്രോട്ടോക്കോളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, കാരണം സാറിനാണ് പ്രയോറിറ്റി ഉള്ളത്. അപ്പോൾ സാറ് വന്ന സമയത്ത് സാറ് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്തത് കൊണ്ട് ടീച്ചർ എന്ത് ചെയ്തു, ടീച്ചർ സാറിൻ്റെ ക്ലാസ്സിൽ എൻ്റർ ചെയ്തു. സാറിന് പറയാനുള്ളത് സാറ് പറഞ്ഞു. സാറ് ക്ലാസ് കഴിഞ്ഞാൽ സാർ എന്ത് ചെയ്ത് പുറത്ത് സാറ് ബായ് പറഞ്ഞ് പോകും. ക്ലിയർ ആണോ? ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ക്ലാസ്സിലൊരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു, ലേറ്റായിട്ട് വന്ന സമയത്ത് ഡോറിൻ്റെ അടുത്ത് ആ സ്റ്റുഡൻറ്റ് മിസ് കയറട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തു, അല്ലേ. അപ്പോൾ ടീച്ചർക്ക് തീരുമാനിക്കുക ആ കുട്ടീനെ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യണോ അല്ലെങ്കിൽ എൻ്റർ ചെയ്യിപ്പിക്കണ്ടേ, അതായത് പുറത്താക്കണോ എന്നുള്ളത് ടീച്ചർക്ക് നോക്കാം. ടീച്ചർ എന്ത് ചെയ്യും, ടൈം നോക്കും. അപ്പം പറയും യു ആർ ലേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നീ അടുത്ത അവർ ക്ലാസ് കയറിക്കോ എന്ന് പറയും. അപ്പോൾ അവിടെ രണ്ടാളുകളാണ് നമ്മളെ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്തത്. ഒന്ന് പ്രിൻസിപ്പൽ സാറ് വന്നു, ഒന്നൊരു സ്റ്റുഡൻറ്റ് വന്നു. പ്രിൻസിപ്പളിനോട് എനിക്ക് പറയാൻ പറ്റുമോ, സർ നിങ്ങൾ ഈ ടൈമിൽ വരില്ലേ, ഞാനിങ്ങനെ അർജൻറ്റായിട്ട് ക്ലാസ് എടുക്കുകയാണ്, എനിക്ക് പോർഷൻ തീർക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് ആരോട് പറയാൻ പറ്റില്ല, പ്രിൻസിപ്പളിനോട് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രിൻസിപ്പൾ എന്താണ്, അത് പ്രയോറിറ്റി കൂടുതലുള്ള ആളാണ്. അതായത് സാറിന് ഏത് സമയത്തും ക്ലാസ്സിലോട്ട് എൻ്റർ ചെയ്യാനുള്ള സമയമുണ്ട്. പക്ഷേ ആ സ്റ്റുഡൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ കയറ്റിയാൽ മതി. കാരണം ആ കുട്ടി എന്താണ്, റൂള് വയലേറ്റ് ചെയ്തതുകൊണ്ട്, അതായത് 9:30 ക്ലാസ്സിൽ എൻട്രി വരാത്തത് കൊണ്ടാണ് ആ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്തത്, ക്ലാസ്സിലോട്ട് വരണ്ട, നീ വന്ന് ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നീ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, 2-3 മിനിറ്റ് എന്ത് ചെയ്യും, അവിടെ മറ്റേ ലേറ്റായി വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സൊക്കെ ഒരു ഇൻട്രപ്റ്റ് ഉണ്ടാവും. ഇൻട്രപ്റ്റ് മീൻസ് തടസ്സപ്പെടുത്തുക എന്നുള്ളൊരു മീനിങ് ആണുള്ളത്. ക്ലിയർ ആണോ? അപ്പം ആ ഒരു സംഭവം ക്ലിയർ ആയിട്ടില്ലേ? പിന്നെ അതിൽ നെക്സ്റ്റ് എന്താണ്, ദ
ഇവൻറ്റ് കോസസ് ഇൻട്രപ്ഷൻ ഇസ് കോൾഡ് ഇൻട്രപ്റ്റ്. അതായത് അത് എന്താ ഒരു ഇവൻറ്റ്, അതായത് നമ്മളെ ക്ലാസ് തടസ്സപ്പെടുത്തിയിട്ടുള്ള കോസ് എന്താണോ അതിനെയാണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദ സ്പെഷ്യൽ റൂട്ടീൻ എക്സിക്യൂട്ടഡ് ടു ദ സർവീസ് ദ ഇൻട്രപ്റ്റ് ഈസ് കോൾഡ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. അതായത് ഈ ഇൻട്രപ്റ്റ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ സബ് റൂട്ടീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. ഇൻട്രപ്റ്റ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ സർവീസിനെ പറയുന്ന പേരാണ് ISR, ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രപ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 2 തരത്തിലാണ് നമ്മൾ ഇൻട്രപ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ഉണ്ട്. അപ്പോൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രപ്റ്റ് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഡിവൈസസിൽ നിന്ന് സിഗ്നലായിട്ടാണ് വരുന്നത്. നമ്മൾ ഒരുപാട് പിന്ന് പഠിച്ചിട്ടുണ്ട്. ആ മൈക്രോ പ്രോസസ്സറിലേക്ക് സിഗ്നലായിട്ടാണ് ഇൻട്രപ്റ്റ് വരുന്നതെങ്കിൽ ആ ഇൻട്രപ്റ്റിനെ പറയുന്ന പേരാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്. സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ഇൻട്രപ്റ്റ് കോസ്ഡ് ബൈ എ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ, ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനായിട്ടാണ് ഇൻട്രപ്റ്റ് മൈക്രോ പ്രോസസ്സറിലേക്ക് റീച്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്. മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രപ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും. അതായത് ഡിലേ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന, റിജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻട്രപ്റ്റിനെയാണ് മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? മാസ്കബിൾ ഇൻട്രപ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. അതായത് ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ വന്നപ്പം ടീച്ചർക്ക് വേണമെങ്കിൽ ആ വന്നിട്ടുള്ള സ്റ്റുഡൻറ്റിനെ ക്ലാസ്സിൽ എൻട്രി ചെയ്യിപ്പിക്കുക. ടീച്ചറെ അല്ലെങ്കിൽ ആ കുട്ടിനോട് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് ഡിലേ ചെയ്യാൻ പറ്റും? മൈക്രോ പ്രോസസ്സറിന് ഡിലേ ചെയ്യിപ്പിക്കുക. അതായത് വന്നിട്ടുള്ള സിഗ്നൽ പ്രോസസ്സ് ചെയ്യണ്ടേ എന്നുള്ളത് ആർക്ക് ഡിലേ ചെയ്യുക? മൈക്രോ പ്രോസസ്സറിന് ഡിലേ ചെയ്യിപ്പിക്കാം. അങ്ങനെ വരുന്ന ഇൻട്രപ്റ്റിനെയാണ് എന്ത് പറയുന്നത്? മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻട്രപ്റ്റ് സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിൽ മൈക്രോ പ്രോസസ്സർ കറണ്ടായിട്ട് റൺ ചെയ്യുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ള സിഗ്നലിനെ എന്ത് ചെയ്യണം? റിസീവ് ചെയ്തിട്ട് ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണം. ആ ഇൻട്രപ്റ്റിനെയാണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രിൻസിപ്പൾ നേരത്തെ ക്ലാസ് കയറി വന്ന സമയത്ത് എനിക്ക് എന്ത് പറയാൻ പറ്റില്ല, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി, എൻ്റെ ക്ലാസ് ഞാൻ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. സാറ് എന്ത് ചെയ്യും? സാറിനാണ് എന്നെക്കാളും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. സാറിന് പറയാനുള്ള കാര്യങ്ങൾ സാറ് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ എനിക്ക് എൻ്റെ ക്ലാസ് എന്ത് ചെയ്യണം, കറണ്ടായിട്ട് റൺ ചെയ്യുന്നത് ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സാണല്ലോ. എൻ്റെ ക്ലാസ് എനിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് സാറിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സാറിന് എന്താണോ നിങ്ങളോട് ഇൻസ്ട്രക്ഷൻ തരാനുള്ളത് ആ ഇൻസ്ട്രക്ഷന് സാറിന് നിങ്ങളോട് പറയാം. എന്നിട്ട് സാറ് പോയതിൻ്റെ ശേഷം മാത്രമേ എൻ്റെ ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് എന്ത് പറയുന്നത്? നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വെക്റ്റേഡ് ഇൻട്രപ്റ്റ് ഉണ്ട്. വെക്റ്റേഡ് ഇൻട്രപ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് കേട്ടോ പറയുന്നത്. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്, ഹാർഡ്വെയർ ഡിവൈസസ് എന്നാണെങ്കിൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്, അതായത് പിന്നിലേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിന്നിൽ ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്യുക. നിങ്ങൾ മൈക്രോ പ്രോസസ്സറിൻ്റെ പിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇൻട്രപ്റ്റിൻ്റെ പിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഇൻട്രപ്റ്റ് ആ പിന്ന് ത്രൂ വരുന്ന ഇൻട്രപ്റ്റിനെയാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് വഴി വരുന്ന ഇൻട്രപ്റ്റ്, അതായത് അതിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്. മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ പ്രോസസ്സറിന് ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഇൻട്രപ്റ്റിനാണ് മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റാത്ത കമ്പൽസറി ആയിട്ട് സർവീസ് ചെയ്യേണ്ട ഇൻട്രപ്റ്റിനെയാണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്റ്റേഡ് ഇൻട്രപ്റ്റ് ആണ്. വെക്റ്റേഡ് ഇൻട്രപ്റ്റ് വേർ ദ സബ് റൂട്ടീൻ സ്റ്റാർട്ട് ഈസ് റെഫേർഡ് ടു ആസ് എ വെക്റ്റർ ലൊക്കേഷൻ. അപ്പോൾ നമ്മുടെ മൈക്രോ പ്രോസസ്സറിൽ എന്തുണ്ടാവും? ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ഉണ്ട്. ലൊക്കേഷനിൽ മൈക്രോ പ്രോസസ്സറിൻ്റെ മെമ്മറിയിൽ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാംസ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻസ് പ്രീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൈക്രോ പ്രോസസ്സറിൻ്റെ മെമ്മറിയിൽ പ്രീഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള
എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? മൈക്രോ പ്രോസസ്സറിൻ്റെ മെമ്മറിയിൽ പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു മൈക്രോ പ്രോസസ്സർ ഒരു ഇൻട്രപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സബ് റൂട്ടീൻസ് പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മൈക്രോ പ്രോസസ്സറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ ആ മെമ്മറിയിലുള്ള ഇൻസ്ട്രക്ഷന് ബേസ് ചെയ്തിട്ടായിരിക്കും മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഏത് ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും കൺട്രോളർ എങ്ങോട്ട് മൂവ് ചെയ്യും? മൈക്രോ പ്രോസസ്സറിൽ വെക്റ്റേഡ് ഇൻട്രപ്റ്റ് ആണെങ്കിൽ മൈക്രോ പ്രോസസ്സറിൽ പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ള സബ് റൂട്ടീനെ എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും ആ ഇൻട്രപ്റ്റ് എന്ത് ചെയ്യുന്നത് സർവീസ് ചെയ്യുന്നത്. അതിനെയാണ് വെക്റ്റേഡ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ദ അഡ്രസ് ഓഫ് ദ സർവീസ് റൂട്ടീൻസ് നീഡ് ടു ബി സപ്ലൈഡ് ബൈ എക്സ്റ്റേണൽ ബൈ ഡിവൈസസ്. അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സബ് റൂട്ടീൻസ് ഇല്ലാതെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനാണ് എന്ത് പറയുന്നത് നോൺ വെക്റ്റേഡ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മെയിനായിട്ട് 8085 പറയുന്ന ഇൻട്രപ്റ്റിൻ്റെ ലിസ്റ്റാണ് അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണുന്നത്. ഇവിടെ നോക്കുക എന്താണ് IND 8085 ഇൻട്രപ്റ്റ് നോക്കുക. അതിൽ നമ്മൾ പറയുന്ന ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ഉണ്ട്. ട്രാപ്പ് RST 7.5, RST 6.5, RST 5.5, INTR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോൺ വെക്റ്റേഡ് ഇൻട്രപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ 5 ട്രാപ്പും RST 7.5, RST 6.5, 5.5, INTR ഈ ഇൻട്രപ്റ്റുകളൊക്കെ എന്ത് ഇൻട്രപ്റ്റുകളാണ്? ഹാർഡ്വെയർ ഡിവൈസസ് എന്ന് വരുന്ന ഇൻട്രപ്റ്റുകളാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ആ ഹാർഡ്വെയർ ഇൻട്രപ്റ്റിന് എക്സാമ്പിൾസാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഇൻട്രപ്റ്റുകളും. അതിൽ 4 ഇൻട്രപ്റ്റുകൾ ട്രാപ്പ് ഒഴികെ RST 7.5, 6.5, 5.5, INTR ഈ ഇൻട്രപ്റ്റ് എന്ത് ഇൻട്രപ്റ്റാണ്? മാസ്കബിൾ ഇൻട്രപ്റ്റാണ്. അപ്പോൾ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റുമോ? ഡിലേ ചെയ്യിപ്പിക്കാം, ഇഗ്നോർ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഇൻട്രപ്റ്റുകളാണ് ഏത്? RST 7.5, 6.5, 5.5, INTR. ക്ലിയർ ആണല്ലോ. പിന്നെ അതിൽ ട്രാപ്പ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഇൻട്രപ്റ്റാണ് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റാണ്. ഈ ട്രാപ്പ് എന്ന് പറയുന്ന ഇൻട്രപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇയാൾ എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യണം. ട്രാപ്പ് എന്ന് പറയുന്ന ഇൻട്രപ്റ്റിനെ പ്രോസസ്സ് ചെയ്യണം നമ്മളെ മൈക്രോ പ്രോസസ്സർ. പിന്നെ ഇതിൽ വരുന്ന വേറൊരു സിഗ്നലാണ് INTA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻട്രപ്റ്റ് അക്നോളജ്മെൻ്റ് ആണ്. മൈക്രോ പ്രോസസ്സറിന് ഒരു ഇൻട്രപ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യാണ്? പെരിഫറൽ ഡിവൈസസിലേക്ക് ഒരു സിഗ്നൽ പാസ് ചെയ്യും. ആ പാസ് ചെയ്യുന്ന സിഗ്നൽ എന്താണ്? അക്നോളജ്മെൻ്റ് ആണ് മൈക്രോ പ്രോസസ്സർ പാസ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് INTA, ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ്. വെൻ എ മൈക്രോ പ്രോസസ്സർ റിസീവ് എ ഇൻട്രപ്റ്റ് ഇറ്റ് സെൻഡ് അക്നോളജ്മെൻറ്റ് ടു ദ പെരിഫറൽ ഡിവൈസ് വിച്ച് ഈസ് റിക്വസ്റ്റിംഗ് ഫോർ ഇറ്റ്സ് സർവീസസ്. ഒരു സർവീസസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർവീസസ് ആർക്ക് കിട്ടി? മൈക്രോ പ്രോസസ്സറിന് കിട്ടി എന്നുള്ളതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യാനുള്ള സിഗ്നലാണ് INTA. ഇതാണ് മൈക്രോ പ്രോസസ്സറിൻ്റെ ഇൻട്രപ്റ്റ്. 5 ഇൻട്രപ്റ്റ് ഉണ്ട്. അതിൽ 4 മാസ്കബിളും 1 നോൺ മാസ്കബിളുമാണ്. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റിന് എക്സാമ്പിളാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. പിന്നെ അടുത്തത് എന്താണ്? ഇൻട്രപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള 5 ഇൻട്രപ്റ്റുകളാണ്. 5 ഇൻട്രപ്റ്റുകൾ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. RST 7.5, 6.5, 5.5 ഇത് മാസ്കബിൾ ഏതാണ്, നോൺ മാസ്കബിൾ ഏതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വെക്റ്റേഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ INTR വെക്റ്റേഡ് ഇൻട്രപ്റ്റ് അല്ല, നോൺ വെക്റ്റേഡ് ആണ്. ട്രാപ്പ് മാത്രമാണ് നോൺ മാസ്കബിൾ. അപ്പോൾ ഈ ഒരു സ്ലൈഡിലുള്ള ഈ ടേബിളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ക്ലാസ്സിൽ പോവുക, എക്സാമിന് പോവുക. സോറി കേട്ടോ. ഓക്കെ. പിന്നെ അടുത്ത ഇൻട്രപ്റ്റ് വെക്റ്റേഡ് ആൻഡ് ദ വെക്റ്റർ ടേബിൾ.
An interrupt vector is a pointer where to the ISR interrupt service routine is stored in memory. നമ്മൾ വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റും നോൺ വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റും പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഈ സ്ലൈഡിൽ വീണ്ടും പറയുന്നത്. ഒരു ഇൻറ്ററപ്റ്റ് എന്താണ്? ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻസ് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയിൽ പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ള സബ് റൂട്ടീൻസ് ചെയ്തിട്ടുള്ള മെമ്മറി എവിടെ ഉണ്ട്? മൈക്രോ പ്രോസസ്സറിലുണ്ട്. ആ മൈക്രോ പ്രോസസ്സർ വെച്ചിട്ടായിരിക്കും ഇൻറ്ററപ്റ്റ് സർവീസ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത്. An interrupt vectored or otherwise are mapped to memory area called interrupt vector table. ഇതെന്ത് യൂസ് ചെയ്തിട്ടായിരിക്കും? ഇൻറ്ററപ്റ്റ് വെക്റ്റർ ടേബിൾ യൂസ് ചെയ്തിട്ടായിരിക്കും മാപ്പ് ചെയ്യുന്നത്. മാപ്പ് ചെയ്യാൻ വേണ്ടി വെക്റ്റർ അഡ്രസ്സ് കിട്ടണേ ഇൻറ്ററപ്റ്റ് എവിടുന്ന് ഇൻറ്ററപ്റ്റിൻ്റെ നമ്പർ എത്രയാണോ ആ നമ്പറിൻ്റെ നമ്മുടെ ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 8 ബൈറ്റാണല്ലോ നമ്മളെ മൈക്രോ പ്രോസസ്സറിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, 8 സൈസ്. അപ്പോൾ ഇതാണ് ട്രാപ്പ്. RST 7.5, 6.5, 7.5 INTR ട്രാപ്പ്. ഇതാണ് ഓവറോളായിട്ടുള്ള മൈക്രോ പ്രോസസ്സർ.